This is your RJ Pooja with you on Club FM Star Jam Best of 2012. ഈ വർഷം കണ്ട കേട്ട ഞെട്ടിച്ച സ്റ്റാർസിനെ ഒരിക്കൽ കൂടി കേൾക്കാൻ ഒരു ഷോ, ദാറ്റ് ഈസ് സ്റ്റാർ ജാം ബെസ്റ്റ് ഓഫ് 2012. കഴിഞ്ഞ വർഷം സ്റ്റാർ ജാമിൽ ഒരുപാട് പേര് ഉത്തരങ്ങൾ പറഞ്ഞു ഞെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് 2 പേരാണ്, രഞ്ജിനി ഹരിദാസ് ആൻഡ് രഞ്ജി പണിക്കർ. Hi guys, ഞാൻ രഞ്ജിനി ഹരിദാസ്, Club FM Star Jamil with Shan. Star Jam with RJ Shan. കല്യാണം കഴിച്ച ആളുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ട്രൂ ഓർ ഫാൾസ്? ഇല്ല, രണ്ട് വളയ്ക്കാൻ പറഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് വളയല്ല, മറ്റേ വളയല്ല. അത് നമുക്ക് ഇഷ്ടമല്ല. വളയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് they don't want to be friends or അവർക്ക് ഫ്രണ്ട്സ് ആവാനല്ല താല്പര്യം, അവർക്ക് വേറെ സംഭവങ്ങളൊക്കെയാണ് താല്പര്യം. വൺ നൈറ്റ് സ്റ്റാൻഡ് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല ഇതുവരെ. അത് കടക്കുമ്പോൾ ഞാൻ ഇൻവിറ്റേഷൻസ് അയക്കുന്നതായിരിക്കും. People try to hit you, അല്ല? ഹിറ്റിംഗ് ഓൺ മീ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് നമ്മുടെ ഒരു എനിക്കൊക്കെ ഒരു ഇമേജ് ഉണ്ട്. ഞാൻ ബോൾഡ് ആണ്, ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള റൂമേഴ്സ് ആണ്. അവളെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, ഇത്രയും കാശ് കൊടുത്ത അവള് വരും. എന്നെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ റേറ്റ് ഒക്കെ കേട്ട 10,000 രൂപയെന്ന്. എന്തുവത് 10,000 രൂപയെ? ഒരു ലക്ഷം ഒക്കെ പറ. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ എന്റെ അമ്മയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. അമ്മയ്ക്ക് അറിയാമോ അമ്മയുടെ മോള് മാർക്കറ്റിലുണ്ട് 10,000 രൂപയ്ക്ക്. സോ വാട്ട് ഐ എം സേയിങ് ഈസ് അങ്ങനത്തെ കുറെ ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട്, സ്ട്രേഞ്ചേഴ്സ് ഫോണിൽ വിളിച്ചിട്ട് ഈ റൂമേഴ്സ് കേട്ടിട്ട് എന്റെ വീട്ടിൽ വിളിക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം വരായിരുന്നു. പിന്നെ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞു. പോലീസ് സൈബർ വടേവർ ഫോൺ നമ്പർ ട്രേസ് ചെയ്യാൻ അത് ചെയ്യും. ഒരാളെ കണ്ടുപിടിച്ചു, ഒരു ഡിഷ് വാഷർ, ഒരു ഹോട്ടലിലെ ഡിഷ് വാഷർ പയ്യനാണ് വിളിച്ചത് ചെയ്യുന്നത്. പാത്രം കഴിയുന്ന ചെക്കൻ. പിറ്റേ ദിവസം നാട് വിട്ടു. വരുന്നോ, എത്രയാ റേറ്റ്? ഫൈനലി നൗ ഇപ്പൊ ഞാൻ പറയുന്ന റിപ്ലൈ എന്താണെന്നറിയാമോ? മോന്റെ അമ്മയുടെ റേറ്റ് എത്രയാ? പെങ്ങളുടെയോ? അതിൽ കുറച്ചുകൂടെ കൂടുതലാ. അപ്പൊ ഒരാൾ തിരിച്ചു വിളിച്ചു. ഇത് പറഞ്ഞിട്ട് ഞാൻ മറക്കില്ല, അയാൾ തിരിച്ചു വിളിച്ചിട്ട് എന്തിനാ എന്റെ അമ്മേനെ പെങ്ങളിനെയും പറഞ്ഞു? ഐ സെഡ് കൊണ്ടല്ലേ. ഇതാണ് ആൾക്കാരുടെ മെന്റാലിറ്റി. ഇനി രഞ്ജി പണിക്കർ സ്റ്റാർ ജാമിനെ ഞെട്ടിച്ച ഉത്തരങ്ങളുമായി തിരിച്ചെത്താം ഓൺലി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. 2012 ബോക്സ് ഓഫീസിനെയും സ്റ്റാർ ജാമിനെയും ഒരുപോലെ ഞെട്ടിച്ച രഞ്ജി പണിക്കർ. അദ്ദേഹം പറഞ്ഞ ഈ ഉത്തരങ്ങൾ ഒരുപക്ഷെ ആരും കേട്ട് കാണില്ല, മറ്റെവിടെയും പറഞ്ഞും കാണില്ല. ഒരു കാലത്ത് കേരളത്തിൽ പരക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. നല്ല മലയാളം സംസാരിക്കുന്ന മലയാളികളെ രഞ്ജി പണിക്കരുടെ സിനിമ വഴിതെറ്റിക്കുന്നു. സ്റ്റാർ ജാമിന്റെ ഹോട്ട് സീറ്റിൽ രഞ്ജി പണിക്കരുണ്ട്. കം ഓൺ സർ, വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? ഇത് നമ്മുടെ ഒരു ഹിപ്പോക്രസിയുടെ പ്രശ്നമാണ്. നമുക്ക് ഒരു ദേഷ്യം വന്നാൽ ചിലപ്പോൾ നമ്മൾ ചില കടുത്ത പദപ്രയോഗങ്ങൾ നടത്തും. ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. കുട്ടനാട് എന്ന് പറയുന്നത് തറ ലെവലിലാണ് അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്. സംസ്കാരം ഇല്ലാത്ത നാടാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വളരെ ഡൗൺ ടു എർത്ത് ആണ്. എന്റെ അമ്മ രാജ്യത്തുള്ള മുഴുവൻ അശ്ലീല പദങ്ങളും വളരെ ചെറുപ്പത്തിൽ കേട്ട് പഠിച്ചു. കാരണം തൊട്ടപ്പുറത്തെ വീട്ടിൽ എല്ലാം ഉറക്കെ നിന്ന് തെറി വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടുമ്പുറത്ത് ജീവിക്കുമ്പോൾ ഇത് നിങ്ങൾ എയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻസർ ചെയ്യാം. പണ്ടൊക്കെ നാട്ടുമ്പുറങ്ങളിൽ എടാ കൊച്ചുമോനെ എന്ന് വിളിച്ചാൽ വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിയാണ്. എന്റെ അപ്പൂപ്പൻ എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും അശ്ലീല പദങ്ങളല്ല. പിന്നെ നമുക്ക് നല്ല ദേഷ്യം വരുമ്പോൾ പൊന്നുമോനെ, ചക്കരെ, വെണ്ണെ, പഞ്ചാര എന്നൊന്നും വിളിക്കുന്നില്ല. എടാ പാ അല്ലെങ്കിൽ അതാണ് വിളിക്കുക. ഇതൊക്കെ അതൊന്നും അറിയാതെയാണ് നമ്മുടെ തലമുറ വളർന്നു വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇൻസുലേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞു തന്നെ വളരണം. ഒന്ന് പ്രതികരിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത ഭാഷ വേണ്ടി വരുന്ന ജീവിത സന്ദർഭങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഇല്ലെന്ന് ആര് പറഞ്ഞാലും ഏത് പൊന്നുമക്കൾക്കും ഇതെല്ലാം ഉണ്ടാകും. അവരൊക്കെ അത്യാവശ്യം ഇതൊക്കെ പറയും. ഇതൊന്നും രഞ്ജി പണിക്കരുടെ സിനിമയിലൂടെ ഉണ്ടായ പദങ്ങളെല്ലാം നാട്ടു നടപ്പുള്ള പദങ്ങൾ. രഞ്ജി പണിക്കർ അടക്കം ആരെല്ലാം സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ സാഹിത്യം എടുത്ത് നോക്കൂ. എല്ലാ കൊള്ളാവുന്ന സാഹിത്യകാരന്മാരും നല്ല ഒന്നാന്തര അശ്ലീല പദങ്ങൾ മനോഹരമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. VK അടക്കമുള്ള ആളുകൾ, തകഴി അടക്കമുള്ള ആളുകൾ എല്ലാവരും പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഭാഷയിൽ ഇത്രയും മനോഹരമായ പദങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ഹിപ്പോക്രസിയുടെ ഭാഗമായിട്ട് ആളുകൾ അതിന് പുറത്തിരിഞ്ഞിരിക്കുക. ഈ പറയുന്ന ആളുകളെല്ലാം വീട്ടിൽ അത്യാവശ്യം ദേഷ്യം വന്നാൽ ഉള്ളിലെങ്കിലും ഇത് പറയും. പുറത്ത് പറയാൻ ധൈര്യമില്ലാത്തവർ പറയാറില്ല, ഉള്ളവർ പറയും. That was Ranji Panikkar on Star Jam Best of 2012 Club FM. Ton കണക്കിന് fun. This is your RJ Pooja. മലയാള സിനിമയിലെ യങ് ഹീറോസിന് നേരെ ഷാൻ ഷൂട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒരു ചെറിയ ഹൈലൈറ്റ്സ്. ബെസ്റ്റ് ഓഫ് AK-47 വിത്ത് ആസിഫ് അലി, ഫഹദ് ഫാസിൽ ആൻഡ് വിനീത് ശ്രീനിവാസൻ. ഇപ്പോഴാണ് ആസിഫ് ശരിക്കും ഇൻ ലവ് ആയത്? ഇല്ല, ഇതിന് മുന്നേയും തോന്നിയിട്ടുണ്ട്. പക്ഷെ പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. ഞാൻ ഈ ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വിനീതിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഈ ഡയലോഗ് ശരിക്കും എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ എന്നെ അറിയാവുന്ന ആരോടെങ്കിലും ഞാനിങ്ങനെ ആദ്യമായിട്ട് ഞാൻ പ്രണയത്തിലായി അളിയ എന്ന് പറഞ്ഞാൽ എന്നെ ചെരുപ്പൂരി അടിക്കും. അവിടെ എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പ്രേമിച്ചിട്ടുണ്ടെങ്കിലും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പോഴാണ്. ഒരുപാട് പ്രേമിക്കുന്നവർക്കുള്ള ഉപാധിയാണ്
തന്നെയാണ് ആ ഡയലോഗ്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. എന്ത് കാറ്റാണിത്? അത് ഞാൻ പറയുന്നതല്ല ഷാൻ, അത് വിനോദ് പറയുന്നതാണ്. അവന് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ കൂടെ ഒരു വരാന്തയിൽ പോകുമ്പോ അവനൊരു കാറ്റ് ഷുവറായിട്ട് അടിക്കും. ആ കാറ്റ് എന്തിന്റെ കാറ്റായിരിക്കും? അതെന്തോ ഒരു കാറ്റ്. ആ പെണ്ണ് വിട്ടുപോയ അവന്റെ കാറ്റ് പോകും. അതെ, സത്യത്തിൽ അങ്ങനെ ഉണ്ടോ? പ്രേമിക്കുമ്പോൾ ഒരു കാറ്റ് ഒരു കാറ്റടിക്കും, ഉള്ളിലൊരു കാറ്റടിക്കും, ശരിക്കും അടിക്കും. ഫഹദ് എന്ന ബാച്ചിലറിനകത്ത് എങ്ങനെ റേറ്റ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. അത്ര എനിക്ക് എന്നെ പറ്റി അറിയൂ. റിയൽ ലൈഫിൽ ഒരു പെൺകുട്ടി എന്നെ പറ്റിച്ചു, ഞാനൊരു പെൺകുട്ടിയെ പറ്റിച്ചു, ഏതാണ് ശരി? രണ്ടും ഉണ്ടായിട്ടുണ്ട്. ആണോ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. അതിന് കൂടുതലും ചോദിക്കില്ല. ഒരു പെൺകുട്ടി എന്നെ എപ്പോ പറ്റിച്ചു? ഫഹദ് ഫാസിൽ ഭയങ്കരമായിട്ട് ഒളിച്ചു വെക്കുന്നു. ഏതെങ്കിലും പെൺകുട്ടി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിന്റെ ബ്രദറിനെ പോലെ കാണുന്നു? ഒരിക്കലും എന്നെ ഞാൻ ബ്രദർ ഐറ്റമേ അല്ലല്ലോ. പിന്നെ എന്നെ കണ്ടങ്ങനെ തോന്നുകയല്ലോ. പിന്നെ ഷാനു ഏത് ഐറ്റമാണ്? ഞാൻ ഐറ്റമാണ്. ഇത് your RJ Pooja playing you the best of 2012 of Star Jam on Club FM. Star Jam. ഷാനിന് ഒരു ചീത്ത സ്വഭാവമുണ്ട്. എല്ലാ പെൺകുട്ടികളോടും ഐ ലവ് യു എന്ന് പറയും. അമല പോൾ, ആൻ അഗസ്റ്റിൻ, പ്രിയാമണി, പത്മപ്രിയ, റീമ കല്ലിങ്ങൽ, രമ്യ നമ്പീശൻ, അങ്ങനെ മലയാള സിനിമയിൽ ഷാൻ ഐ ലവ് യു പറയാത്ത നായികമാർ വിരളം. ചില ഐ ലവ് യു കഥകൾ ഓൺ സ്റ്റാർ ജാം ബെസ്റ്റ് ഓഫ് 2012. ഞാനും രമ്യ അനിയത്തിയെ കാണുന്നതേ ഇല്ല. വേണ്ട, കാണരുത്. എനിക്കൊരു സ്കൂൾ ടീച്ചറിനെയോ അങ്ങനെ ആരെങ്കിലും കെട്ടി ജീവിക്കാനായിരുന്നു ഇഷ്ടം. ഞാൻ സ്കൂൾ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. Too late, I missed you. അയ്യോ, I missed you too. Imagine മീരാ നന്ദനെ ഞാനും ഇതുപോലെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗോസിപ്പ് ആവോ സത്യമാവും? പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് സത്യമാവും. ഗോസിപ്പ് ആക്കാൻ താല്പര്യമില്ല, സത്യമാക്കാനും താല്പര്യമില്ല. What if ഷാൻ ഒരു പ്രപ്പോസലുമായിട്ട് അമല പോളിന്റെ അടുത്ത് വന്നു, will you marry me? You are my brother, Shan. You are my brother, Shan. എനിക്ക് ജനിക്കാതെ പോയ എന്റെ സഹോദരനാണ് ഷാന്തി. പ്ലീസ് എന്നെ ഒരു അനിയത്തിയാക്കൂ. ഇല്ല, പ്ലീസ് എന്നെ ഒരു അനിയത്തിയാക്കൂ. എനിക്ക് ആ ഏട്ടന്റെ വാത്സല്യം തരൂ. Let's stop the show, buddy. Cut. അവസാനമായി ഈ വർഷത്തിന് കർട്ടൻ ഇടും മുമ്പ്, സാധാരണ എല്ലാ ഷോയും തീരും മുമ്പ് ഷാൻ ഒരു ചോദ്യം ചോദിക്കും. ഹൗ വാസ് സ്റ്റാർ ജാം? ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്റ്റാർസ് പൊതുവെ ഇഷ്ടപ്പെട്ടെന്നേ പറയാറുള്ളൂ. ഫഹദ് ഫാസിൽ. Define Star Jam. Energetic, exciting, controversial, troublesome, happiness, everything is there. പക്ഷെ ഇങ്ങനെയുള്ള ഷോസ് വേണം. I really enjoyed. Tell me, how was Star Jam? As always, ഷാന്റെ കൂടെ it's always ടൺ കണക്കിന് ഫൺ. And how was Star Jam? സ്റ്റാർ ജാമിൽ ഒരു നല്ലൊരു എനർജി ഉണ്ട്. ഒരുപാട് കാലിക പ്രസക്തമായ കാര്യങ്ങൾ സംസാരിച്ചു, സിനിമയെ പറ്റിയും അല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഈ പ്രോഗ്രാം സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചപ്പോഴും ഞാൻ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ബിക്കോസ് ദ ക്വസ്റ്റ്യൻസ് യു ആസ്ക് മീ. എന്നീ പണി നിർത്തും എന്ന് സാറ് പടത്തിലേക്ക് വിളിക്കണോ അന്ന് ഞാൻ ഈ പണി നിർത്തും. So how is Star Jam? Fantastic. I had a very good time. So പുതിയ ഒരു വർഷത്തിൽ പുതിയൊരു സ്റ്റാർ ജാമുമായി RJ Shan will be back. Meanwhile, this is your RJ Pooja wishing you all a very, very happy new year on Club FM. Ton കണക്കിന് fun.